നമസ്കാരം. അറേബ്യൻ ഇൻസ്പിറേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അപ്പോൾ ഈ ഒരു 8:30 ടൈമിൽ എല്ലാവരും റെഡിയാണ് നമ്മുടെ ആ ഒരു ഇൻസ്പയർഡ് സ്റ്റോറീസ് കേൾക്കാനായിട്ടല്ലേ. ഇന്നും നമ്മോടൊപ്പം അത്തരത്തിൽ ആ ഒരു ലൈഫ് സ്റ്റോറി, ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ UAE ആ ഒരു യാത്ര, ആ ഒരു ജീവിതയാത്ര പറയാനായിട്ട് അതിഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ ഗംഗാധരൻ എന്നാണ്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അല്ലേ. അത് തന്നെ നമുക്ക് നമ്മുടെ അതിഥികളെ നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഉഷ എന്നാണ്. ടീച്ചറാണല്ലേ. അപ്പോൾ ഒരുപാട് സ്കൂളിലെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അത് നമുക്ക് സാറിലേക്ക് വരാം. നമ്മൾ നോർമലി എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് നാട്ടിൽ നിന്ന് തുടങ്ങാമെന്നുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ഇപ്രാവശ്യം അല്ലേ. നാട്ടിലെ ഒരു ജനനം ആ ഒരു രീതിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എപ്പോഴാണ് UAE വന്നത്? UAE ഞാൻ ആദ്യമായിട്ട് വന്നത് 1994. ഒരു സ്പെഷ്യൽ ഡേറ്റ് ആണ്. എല്ലാവർക്കും ഓർമ്മ വയ്ക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആണ്. കാരണം സെപ്റ്റംബർ 11, 1994 9/11 ആയിട്ട് ഡേറ്റ് ആയിട്ട്. അന്ന് എനിക്ക് UAE വരാൻ തന്നെ അത്രയും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വരാനുള്ള മോട്ടിവേഷൻ, അതിൻ്റെ പുറകിലുള്ള ആള് എൻ്റെ വൈഫ് ഉഷ തന്നെയാണ്. മാരേജ് കഴിഞ്ഞിട്ടാണ്. ഫസ്റ്റ് എവിടെയായിരുന്നു ആ ഒരു ജോബ് സ്റ്റാർട്ടിങ്? എവിടെയായിരുന്നു ജോലി കിട്ടിയിട്ടായിരുന്നു? ഇവിടെ വന്നിട്ടായിരുന്നു? ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ഓൾറെഡി UAE അച്ഛൻ 1977 വന്നിട്ടുണ്ട്. 1977 തൊട്ടിട്ട് ഷാർജ പോർട്ട് അതോറിറ്റിയിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനൊരു കാരണം. അതിന് വരാനുള്ള വേറൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അതിന് മുമ്പ് 1 വർഷം മുമ്പ് ഇവിടെ എത്തി. നിങ്ങൾ എത്ര പേരാണ്? ഞാനും എൻ്റെ ഒരു ബ്രദറും. ഞങ്ങൾ 2 പേരാണ്. ഞാൻ മദ്രാസിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും 1965 ആ കാലഘട്ടത്തിൽ അവർ ചെന്നൈയിലെത്തിയിരുന്നു. ചെന്നൈയിലേക്ക് എത്തി. എവിടെയാണ് കറക്റ്റ് നാട് എന്ന് പറയുന്നത്? എൻ്റെ നാട്, എൻ്റെ അമ്മയുടെ വീട് ചെർപ്പളശ്ശേരി എന്ന് പറയും. അച്ഛൻ്റെ വീട് എടമുട്ടം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. തൃശ്ശൂരിലാണ്. ഇപ്പോൾ ഒരാൾ പാലക്കാട്, ഒരാൾ തൃശ്ശൂരും. മേഡം എവിടെയാണ് നാട്ടില്? ഗുരുവായൂർ. അറേഞ്ച് മാരേജ് ആയിരുന്നു. അതിലൊരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. എൻ്റെ അച്ഛനും ഉഷയുടെ അച്ഛനും ഒന്നിച്ച് ചെന്നൈയിൽ മദ്രാസ് പോർട്ടിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത കൂട്ടരാണ്. ഓക്കെ, അങ്ങനെ വന്ന പ്രപ്പോസലാണ് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബ്രദർ വന്നത് UAE വരാൻ അവരൊക്കെ ഉള്ളതുകൊണ്ട് വന്നു. കാരണം അമ്മയും ഇവിടെ വന്നു. എല്ലാവരും ഇവിടെ. മദ്രാസ് ടെലിഫോൺസ് ജോലി ചെയ്തിരുന്നു. ആ ഒരു 93 ആ ഒരു പീരീഡിൽ അമ്മയും അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് അമ്മയും ഇവിടെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് എത്തി. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണോ ഇവിടേക്ക് വരുന്നത്? നിങ്ങൾ രണ്ടുപേരും? അല്ല, ഞാൻ ആദ്യം വന്നു. എനിക്ക് ഷാർജയിൽ വേറൊരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിൽ അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഒരു ജോലി കിട്ടി. ഇപ്പോൾ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഷിപ്പിംഗ് ആൻഡ് മെറീൻ സർവീസസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. അത് കഴിഞ്ഞു അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഞങ്ങളൊരു വലിയൊരു പ്രോജക്റ്റ്, കോർഫക്കാനിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് മാനേജ് ചെയ്യായിരുന്നു. അത് അങ്ങനെയാണ് UAE പ്രോപ്പർ ഇങ്ങനെ ഇതിലേക്ക് എൻട്രി, തുടക്കം. അത് കഴിഞ്ഞ് ഉടനെ ഫാമിലിയും കൊണ്ടുവന്നു. മേഡം എവിടെയാണ് നാട്ടിൽ? ഗുരുവായൂരാണ് ജനിച്ചത്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അവിടുത്തെ പുരാതന തറവാട് തന്നെയാണ്. അമ്പലത്തില് അവകാശങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബം. അവിടെ തന്നെയാണ് ജനിച്ചു വന്നതൊക്കെ. എത്ര പേരാണ് നിങ്ങൾ? ഞങ്ങൾ 3 പേര്. മൂത്ത ആള് പെൺകുട്ടികളാണോ? എന്റെ താഴെ സിസ്റ്റർ ബാംഗ്ലൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രദർ 3ാമത്തെ ആള് ഇവിടെ തന്നെ ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട്. അടുത്തുള്ള ഒരു സ്കൂളിൽ പോയി വെറുതെ ടൈം പാസ് പോലെ. എന്താണ് ടീച്ചിങ്ങിന്റെ കാര്യം? എനിക്ക് ടീച്ചർ ആവണം എന്നൊന്നും ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ലോയർ ആവണം എന്നൊക്കെ ആയിരുന്നു. പിന്നെ അത് +2 കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടി. പക്ഷെ കോളേജിൽ ഹോസ്റ്റലൊക്കെ കൊണ്ടുവിടേണ്ട അമ്മയച്ഛനൊന്നും വേണ്ട, ഓക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളൊരു അതായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും, ഡിഗ്രി ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. 2 ഇയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അത് ഇടാൻ കാരണം നമ്മുടെ പാരന്റ്സ് അറിയുമെന്നുള്ള ഒരു വിശ്വാസത്തില്. അല്ലെങ്കിൽ അപ്പൊ ആ 2 ഇയേഴ്സ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ ടീച്ചർ ആവണം എന്നുള്ളത്, ടീച്ചിങ് ഒന്നും എനിക്കൊരു പാഷനൊന്നും ആയിരുന്നില്ല. പിന്നെ അവിടെ വന്ന് എന്താണ് ജോലി ചെയ്യാൻ പറ്റുക? ഒരു കമ്പ്യൂട്ടർ കോഴ്സും അങ്ങനെയൊക്കെ ചെയ്തു. ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ ഒരു 1 ഇയർ കോഴ്സ് ഒക്കെ ചെയ്തു. പക്ഷെ അടുത്ത സ്കൂളായതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് അതാണ് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള. ജനറലി ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ലേഡീസിന് ഏറ്റവും നല്ലൊരു നല്ല ജോബും. കാരണം സ്കൂൾ കുട്ടികളുടെ കൂടെ പോവാം, അത് കഴിഞ്ഞാൽ വരാം. ലോയറാവാൻ പറ്റിയില്ല. അവിടെയും വാക്ചാരുത സ്കൂളിലായാലും അത് തന്നെ.
ഇത് നമുക്ക് സെയിം സാധനം തന്നെയായിരിക്കും പിന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. മറ്റതല്ല, നമ്മൾ ഓരോ കേസസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പിന്നെ എന്തോ അതൊരു പാഷനായിരുന്നു, എന്തോ ആവണം എന്നൊക്കെ. പിന്നെ ടീച്ചറും അവിടെ പോയി നമ്മളെ സ്കൂളിൽ ചേർന്ന് ഓട്ടോമാറ്റിക്കലി ഒരു BEd ഒക്കെ അവിടെ കമ്പൽസറി ആയപ്പോ BEd ചെയ്തു. അപ്പോഴേക്കും മോൻ 2 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് BEd ഒക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് സുനിൽ ഇവിടെ വന്നപ്പോ പിന്നെ എന്റെ കയ്യിലുള്ളത് ഇപ്പൊ BEdും പോസ്റ്റ് ഗ്രാജുവേഷനും ടീച്ചിങ് എക്സ്പീരിയൻസും ആണ്. അപ്പൊ അതോടുകൂടി പിന്നെ ഇവിടെ വന്നിട്ട് അധികം വൈകാണ്ട് തന്നെ ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സ്കൂളിലാണ് ഇപ്പൊ പ്രസന്റ്ലി ഒരു 1.5 years ആയിട്ട് ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായ്. ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായിലാണ്. എത്ര കുട്ടികളാണ്? 2 പേര്. 2 പേര്. ഒരു മോൾ. എന്ത് ചെയ്യുന്നവര്? വർക്ക് ചെയ്യുന്നു ഇവിടെ ഷാർജയിൽ തന്നെ. ഒരു മെക്കാനിക്കൽ ബിടെക് കഴിഞ്ഞു ഇവിടെ ബിറ്റ്സ് പിലാനിയിൽ. ദുബായ് ക്യാമ്പസ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഒപ്പമുണ്ട്. മോള് നാട്ടില് ചെന്നൈയിൽ പഠിക്കുന്നു, മെഡിസിൻ പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ച് സാറിലേക്ക് വരാം. അപ്പോൾ ഇഷ്ടമല്ലാതെ വന്നു, രണ്ടാമതൊരു ഫ്ലൈറ്റ് ഫോർവേഡിങ് കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ എത്ര നാള്? അവിടെ ഓൾമോസ്റ്റ് 2.5 years ആയപ്പോഴേക്കും. എപ്പോഴാണ് മാഡത്തിനെ കൊണ്ടുവരുന്നത്? അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഫോർവേഡിംഗിൽ തുടങ്ങിയപ്പോൾ തന്നെ കൊണ്ടുവന്നു എന്നുള്ളത്. ആദ്യം എല്ലാരും വന്നു. പിന്നെ ഞാനും കുഞ്ഞുണ്ടായിരുന്നു അല്ലേ ടൈമില്, മോനും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്, ബ്രദറും വൈഫും ഉണ്ട്, സുനിലും ഇവിടെ എത്തി. ഞാൻ മാത്രം പിന്നെ ചെന്നൈയില് മോനും. ആദ്യം കേരളത്തിൽ നിന്ന് ഗുരുവായൂർ, അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് മാരേജ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരിക എന്നുള്ള ഒരു യാത്രയായിരുന്നു അല്ലേ ഓരോ പ്രാവശ്യം. കാരണം ഒരു ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഔട്ട്സൈഡ് കേരള എന്താണ് എന്നുള്ള ഒരു രൂപം കിട്ടി, ഒരു എക്സ്പീരിയൻസ് കിട്ടി. ചെന്നൈയിൽ വന്നിട്ടാണെങ്കിലും ടീച്ചിങ്ങിന് ഒരു എക്സ്പീരിയൻസ്. കാരണം മലയാളത്തിലല്ലാതെ വേറൊരു ലാംഗ്വേജിൽ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ തമിഴ് നന്നായിട്ട് സാർ ഒബ്വിയസ്ലി അറിയായിരിക്കും. ഇപ്പം അവിടെ പോയി നിന്ന് തമിഴും ഈ സ്കൂളിലൊക്കെ ആയപ്പോൾ തമിഴും നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 2.5 years അവിടെ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കുറച്ചൊരു മലയാളം ആക്സെന്റ് ഉണ്ടെങ്കിലും മാനേജ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എവിടെയാണ് കറന്റ് സാർ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളുടെ ഷാർജ പോർട്ട് അതോറിറ്റി എന്നായിരുന്നു ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങളത് ഷാർജ പോർട്ട്സ് കസ്റ്റംസ് ഫ്രീ സോൺസ് അതോറിറ്റി എന്നുള്ളൊരു വലിയൊരു അംബ്രലയുടെ കീഴിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പോർട്ടിൻ്റെ സെയിം സ്റ്റാർട്ട് ചെയ്ത ആ കമ്പനി തന്നെയാണോ? അവിടുന്ന് നേരെ ജോയിൻ ചെയ്തത് പോർട്ടിലാണ്. അവിടെ എത്ര വർഷമായിരുന്നു? മറ്റേ കമ്പനി ഫോർവേഡിംഗ് കമ്പനിയിൽ 2.5 years ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടോണി റെസ്റ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷ് നാഷണൽ. അയാളും ഞങ്ങളുടെ കമ്പനിയായിട്ട് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയായിട്ട് ഇടയ്ക്ക് ചെറിയ വർക്കും ഞങ്ങളൊക്കെ ഇവിടെ. കാരണം ആ പ്രോജക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു മേജർ പ്രോജക്റ്റ് അത് കോർഫക്കാൻ പോർട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അത് കാരണം ഇയാളായിട്ട് എനിക്ക് നല്ലോണം ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, ടോണി റെസ്റ്റോൾ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട്. മൂപ്പരെയാണ് എൻ്റെ അടുത്ത് പോർട്ടിലേക്ക് വന്നൂടെ, ജോയിൻ ചെയ്തൂടെ എന്ന് ചോദിച്ച് വിളിച്ചത്. അങ്ങനെ മൂപ്പരാണ് എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അവിടുത്തെ വേറൊരു ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ്സ് കണ്ടക്റ്റഡ് ബൈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഷിപ്പ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും പക്ഷേ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഷിപ്പിങ്ങിനെ കുറിച്ച് എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോളജ് ഓഫ് ഓൾ സെക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഷിപ്പിംഗ് നമുക്കുണ്ട്. പോർട്ട് സ്പെസിഫിക്കലി നമുക്ക് അത്ര കൂടുതൽ അറിയില്ല, കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ഓൾട്ടുഗെദർ. എങ്കിലും ഇയാൾ 3 months കഴിഞ്ഞ് പെട്ടെന്ന് വിട്ടുപോയി. പക്ഷേ ആ 3 monthsനുള്ളിൽ ഒരുവിധം അയാളെൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ഗോ മേക്ക് ഷുവർ സുനിൽ വെൻ യു ഹിയർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയിട്ട് മനസ്സിലാക്കുക, അതർവൈസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ യുവർ കസ്റ്റമേഴ്സ് വെൽ. അതൊരു നല്ലൊരു ഇതായിരുന്നു. ഈ എഡ്യൂക്കേഷൻ പ്ലസ് ഈ അയാൾ പറഞ്ഞു തന്ന പോലത്തെ രീതിയിലുള്ള ട്രെയിനിങ് കൂടി ആയപ്പോൾ നമുക്കത് ഇയാൾ 3 months വിട്ടുപോയപ്പോഴും അത് വലിയൊരു പ്രശ്നമില്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ വീണ്ടും ഒരു ബ്രിട്ടീഷ് ആളെയും കൂടി ഒരു 3-6 മാസത്തേക്ക് ഒരു മാനേജർ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ടും മാർക്കറ്റിങ്ങിൻ്റെയും ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ ഷാർജ പോർട്ടിൻ്റെ 97 തൊട്ടിട്ട് ദൈവം സഹായിച്ച് ഇങ്ങനെ പോർട്ടിൽ. അപ്പോൾ ഒരുപാട് ബിസിനസ് കമ്പനി അവരുടെ സാധനങ്ങൾ കയറ്റി വയ്ക്കുക, പിന്നെ ഇപ്പോൾ കാർഗോ സെഷൻ ആയാലും അവർ പോർട്ടുമായിട്ട് വന്നിട്ട് അങ്ങനെ ഒരുപാട് മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാനും പിന്നെ അവരുടെ ഫുൾ എല്ലാം കൂടി മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണല്ലേ മെയിനായിട്ട് ജോലി. മെയിനായിട്ട് അതായത് പോർട്ടിലേക്ക് കാർഗോ ജനറേറ്റ് ചെയ്യുക, അങ്ങനെ പോർട്ടിലുള്ള ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 2 തരമുണ്ട് പോർട്ടിൽ. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് മോഡേൺ ഡേ പോർട്ട്സിൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു കണ്ടെയ്നർ സൈഡ് ഓഫ് ഓപ്പറേഷൻ, അതാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാം.
പക്ഷേ അത് ഞങ്ങളുടെ ഷാർജ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാൻഡിൽ ചെയ്യുന്നത് ഗൾഫ് ടൈനർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഓക്കെ. അത് അവർ ഹാൻഡിൽ ചെയ്യും. അത് ഒഴികെ കണ്ടെയ്നർ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ബിസിനസ്സും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റായ ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. നോർമൽ കാർഗോസ്, ജനറൽ കാർഗോ, ബ്രേക്ക് ബൾക്ക് എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ റോറോ, അതായത് വെഹിക്കിളിലെ ട്രാഫിക് വരുന്നത്, കാർ വരുന്നതും ഒക്കെ അത് ഡ്രൈവ് ചെയ്ത് ഷിപ്പിനുള്ളിൽ കയറ്റും, ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് ഇറക്കും. അതിന് റോറോ എന്ന് പറയുന്നത്. അങ്ങനത്തെ എല്ലാം. പിന്നെ ബൾക്ക് കാർഗോസ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ആസ് എ ഗവൺമെൻറ് അതോറിറ്റി. പിന്നെ നിങ്ങളുടെ കീഴിൽ തന്നെ ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു അറിവ് പ്രകാരം അതിന് ഈ പോർട്ടിലല്ലാതെ തന്നെ കുറേ കാർഗോക്കാരുണ്ട്. അവർക്ക് ഡയറക്റ്റ് കുറേ ഏജൻസികളുണ്ട്. അവർ വഴി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഒരുപാട് ശൃംഖല പോലെയാണല്ലോ ഈ ഒരു ഫോർവേഡ് കാര്യങ്ങൾ. വളരെയധികം, അതായത് ഇപ്പോൾ ഒരു ഇന്റർകണക്റ്റഡ്. ഇപ്പോൾ ഒരു ഇക്കണോമിക്സുകാരൊക്കെ പറഞ്ഞ പോലെ ആണെങ്കിൽ അതിൻ്റെ പല അതുണ്ടല്ലോ, ഒരു സ്പിൻ ഓഫ് ഇഫക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പല ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ പോർട്ട് കാരണം തന്നെ എത്രയോ എംപ്ലോയ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ആവില്ല ചിലപ്പോൾ. നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ ഫ്രൈറ്റ് ഫോർവേഡിങ് ഏജൻറ്റ്സ് ഉണ്ടാവും, ഷിപ്പിംഗ് ഏജൻറ്റ് ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല മേഖലകളും കണക്റ്റഡ് ആയിട്ട് അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റിൻ്റെ കാരണമുള്ള ബാക്കിയുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ GDP-യിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ് പോർട്ട് സെക്ടർ. മെയിനായിട്ട് ഇവിടെ ഒരുപാട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് നല്ല ഓർമ്മ ഉണ്ടാവണം ഇല്ലേ? ഓരോ ടൈമിംഗ് അനുസരിച്ച് എല്ലാം വേണ്ട ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിന് എത്രയും ഇമ്പോർട്ടൻസ് പറയുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ടറാണ് ഷിപ്പിംഗ് സെക്ടർ. കോവിഡ് ടൈമിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കോവിഡ് ടൈമിൽ പറയുകയാണെങ്കിൽ കാർഗോ സെക്ഷനിൽ അപ്പോഴായിരുന്നു ഒരുപാട് നിങ്ങൾ ബിസി ആയിരുന്ന ഒരു ടൈം കോവിഡ് ടൈം അല്ലേ? കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്? കാരണം പ്രത്യേകിച്ച് ഫുഡ് സ്റ്റഫ് ഒരു UAE പോലത്തെ രാജ്യത്ത് വേറെ, കാരണം ഭക്ഷണം ഫുഡ് സ്റ്റഫ് ഉണ്ടാക്കാതെ അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത രാജ്യം. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾസ് ഷിപ്പിംഗ് ആൻഡ് പോർട്ട് ഇൻഡസ്ട്രി കൊടുത്തു എന്നുള്ളതായിരുന്നു. കോവിഡ് ടൈമിൽ ഒരുപാട് പേര് റെസ്റ്റ് ആയിരുന്നു അല്ലേ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം ആ ടൈമിലായിരുന്നു നിങ്ങൾക്ക് ബിസി, ആ ടൈമിലായിരുന്നു നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് പറയാം, അങ്ങനെ പറയാം അല്ലേ? പ്ലസ് ഞങ്ങൾ ആ ഒരു സമയത്ത് ബാക്കി എല്ലാവരും വർക്ക് ഫ്രം ഹോം ഉള്ള സമയത്ത് ഞാനും ഞങ്ങളുടെ ചില കൊളീഗ്സും, എൻ്റെ മാനേജർ അടക്കം, ഞങ്ങളുടെ യാക്കൂബ് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ട്, പുള്ളിയും ഞങ്ങളുടെ ടീമും ഒരു ദിവസം പോലും ഞങ്ങൾ ബ്രേക്ക് എടുക്കാതെ ഞങ്ങൾ ഡെയിലി പോകുന്നുണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഞങ്ങൾ എടുത്തിട്ടില്ല. അത് ആ ഒരു ടൈമിൽ കാർഗോ കമ്പനീസ് എല്ലാവരും വർക്ക് തന്നെയായിരുന്നു എന്നുള്ളത് വളരെ ബിസി പീരീഡും നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് വേണം എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നാട്ടിലേക്ക് പോവാം. പഠിച്ചത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, സ്കൂളിംഗ് എവിടെയായിരുന്നു? ചെന്നൈയിലായിരുന്നു സ്കൂളിംഗ്? ചെന്നൈയിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചത് തന്നെ മദ്രാസിലാണ്. അപ്പോൾ റൈറ്റ് ത്രൂ ഡിഗ്രി വരെയുള്ള സ്കൂളിംഗ് ചെന്നൈയിൽ തന്നെയായിരുന്നു. ഓക്കെ, മദ്രാസിൽ എവിടെയായിരുന്നു കറക്റ്റ്? ചൂളേമേടു എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത്, അവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന ഏരിയ. അവിടെയാണ് 83-ലാണ് ഒരു 86-ൽ വീട് ഞങ്ങൾ വെച്ചിട്ട് സെൻറ്റ് തോമസ് മൗണ്ട് എന്നുള്ള സ്ഥലത്തേക്ക് പോയി. അച്ഛനും അമ്മയും ചെന്നൈയിലുണ്ട്. പറഞ്ഞ ബ്രദർ ഇവിടെ ഉണ്ട് അല്ലേ? ഇപ്പോൾ ബ്രദർ ഇവിടെയല്ല, ഇവിടെ ആയിരുന്നു. 2006 ബ്രദർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഇൻഫാക്ട് 2004 അവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. 2006 ആയപ്പോഴേക്കും അവിടുത്തെ സിറ്റിസണായി മാറി എന്നുള്ളതാണ്. ഫാമിലി എല്ലാവരും അവിടെ. ഇവിടെ സ്കൂളിൽ ഏത് സബ്ജക്റ്റ് ആണ്? എക്കണോമിക്സ് തന്നെയാണ്? എക്കണോമിക്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വന്ന ഒരു സമയത്ത് ഒരു സോഷ്യൽ സ്റ്റഡീസ് എടുത്തിട്ടുണ്ട്, പിന്നെ എക്കണോമിക്സ് തന്നെയാണ് എനിക്ക് പറ്റിയത്. എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയും? ഇവിടുത്തെ കുട്ടികൾ ഒരുപാട്, നമുക്കിപ്പോൾ നാട്ടിൽ പഠിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ അല്ലല്ലേ ഇവിടുത്തെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ? മലയാളീസ് എല്ലാ രാജ്യക്കാരും ഇല്ലേ കുട്ടികളും? പണ്ടൊക്കെ വേറെ നാഷണാലിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യൻ സ്കൂൾസിലൊക്കെ എങ്ങനെയാണ് കുട്ടികളുടെ ഒരു, എല്ലാവരും പേടിപ്പെടുന്ന ഒരു ടീച്ചറാണോ അതോ എല്ലാവർക്കും ഇഷ്ടമാണോ? എന്താണ്? ഒളിച്ചെങ്കിലും കേൾക്കാമല്ലോ പിള്ളേർ പറയുന്നത്. സ്ട്രിക്റ്റ് ആണോ എന്ന് വെച്ചാൽ കുറച്ചാണ്. കാരണം പണ്ട് തൊട്ടേ കോൺവെന്റിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ നമുക്ക് കിട്ടിയ ട്രെയിനിങ് അങ്ങനെയായിരിക്കും. ഇപ്പൊ എല്ലാം ആണെങ്കിലും, ഡ്രസ്സിങ് ആണെങ്കിലും, കമ്മലാണെങ്കിലും, നടത്താണെങ്കിലും, ഇരുത്താണെങ്കിലും എല്ലാം സിസ്റ്റേഴ്സിന്റെ ആ ഒരു പേടിയുണ്ട് നമുക്ക്. പണ്ടത്തെ ടീച്ചേഴ്സ് പറയുമ്പോൾ അതൊരു പണിഷ്മെന്റിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അത് കുറെ കഴിയുമ്പോൾ നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു നമ്മുടെ ഭാഗമായിട്ട് മാറും.
ആദ്യമൊക്കെ നമുക്ക് തോന്നും അയ്യോ എന്തിനാ അങ്ങനെ പറയണത് എന്നുള്ളത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ തോന്നും അതൊക്കെ നല്ലത്, അങ്ങനെ കുറച്ചൊരു കോൺവെന്റ് എഡ്യൂക്കേഷന്റെ ആയിരിക്കാം. അപ്പൊ അത് നമുക്ക് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വി എക്സ്പെക്ട് ദ സെയിം അല്ലെ, കുട്ടികൾ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളുടെ കുറച്ച് ഡിസിപ്ലിൻ ഭാഗം. സ്റ്റഡീസിന് ഞാൻ കുറെ അങ്ങനെ ഒരു ദേഷ്യപ്പെട്ടൊന്നും അങ്ങനെ പറയാറില്ല. കാരണം നമുക്കറിയാം ഓരോ കുട്ടികൾ ഓരോ രീതിയാണ്, അവർക്ക് അവരുടെ ചുറ്റുപാടുണ്ട്, അവരുടെ കാലിബർ, പല 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 കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഡിസിപ്ലിനും ഒരു റെസ്പെക്ട് ഒക്കെ. അപ്പൊ അത് കുറച്ച് കാണുമ്പോ ഒരു കുറച്ചൊക്കെ ഒന്ന് ശബ്ദം കൂടി പോകും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മാം ഉഷ മാം ഇസ് കമ്മിങ് ഹിറ്റ്ലർ എന്നൊക്കെ ഹിറ്റ്ലർ എന്നുള്ള പേര് വരണമെങ്കിൽ എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും നമുക്ക് മനസ്സിലാവും. കാരണം പിന്നെ വിചാരിക്കും എല്ലാ ടീച്ചേഴ്സും ഇപ്പോഴത്തെ നമുക്കറിയാം കുട്ടികൾ എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്ലി ആണ് അല്ലെ. നമുക്ക് ഞാൻ എടുക്കുന്നത് 11th and 12th ആണ്. അപ്പൊ ആ കുട്ടികളോട് ഫ്രണ്ട്ലി ആയി നിൽക്കേണ്ടത് കുറച്ച് മെച്ചൂർഡ് ആയ കുട്ടികളാണ്. കാരണം അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ നമ്മളെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് അവര് നമ്മുടെ അടുത്ത് തുറന്ന് പറയൂല. അപ്പൊ അങ്ങനെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒന്ന് അടുത്ത് കഴിഞ്ഞ് ഫ്രീ ആയി അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോ ഓ മാം പണ്ട് പറഞ്ഞ പോലെ ഹിറ്റ്ലറൊന്നും അല്ല കേട്ടോ, നമുക്ക് അങ്ങനെ കേൾക്കുമ്പോ. കാരണം ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കും സീനിയേഴ്സ് ഷീസ് വെരി സ്ട്രിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇമേജ് ആയിരിക്കും കുറെ. പിന്നെ നമ്മള് പിള്ളേരായിട്ട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അവരെ ഒറ്റയ്ക്ക് വിളിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മളൊരു ട്രാപ്പ് ഉണ്ടാക്കും കുട്ടികളായിട്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് അവിടെ ഇവിടെ ഡിസിപ്ലിൻ ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഓർക്കാനായിട്ട്? ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല, കുറെ കാര്യങ്ങളുണ്ട്. ഓരോ കുട്ടികളുടെ കഥകളും ഏറ്റവും എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിന് കുറെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വന്ന സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ആ സ്റ്റുഡന്റിന് ഇംഗ്ലീഷ് ഇപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ക്ലാസ് എടുക്കുന്നതും അവർക്ക് മനസ്സിലാവാൻ വിഷമാണ്, പേര് പറയുന്നില്ല. അപ്പൊ ആ കുട്ടി പിന്നെ എന്റെ ബിൽഡിങ്ങിലേക്ക് മാറി വന്നു, മാം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ക്ലാസ് പറഞ്ഞ മനസ്സിലാവണില്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ സമയം കിട്ടുമ്പോ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലായി ആ കുട്ടിക്ക് ഒരു എന്താ പറയാ ഒരു ടീച്ചർ മാത്രമല്ല ഒരു ഫ്രണ്ട് പോലെയാണ്. എല്ലാം വീട്ടിൽ പറയാത്തത് പോലും നമ്മളോട് തുറന്ന് പറയുന്ന ഒരു കുട്ടി. പിന്നെ അത് കാരണമാണല്ലോ ബിൽഡിങ്ങും കൂടി മാറി വന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ പാരന്റ്സും അങ്ങനെ, കാരണം ഒരു പുതിയ സ്ഥലമാണ്, ആരെങ്കിലും വേണം ഒന്ന് നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ആ കുട്ടി വന്നു, പിന്നെ ആ കുട്ടി നാട്ടിൽ നിന്ന് വന്ന ആ കുട്ടി നാട്ടിലെ കഥകളും എല്ലാം പറഞ്ഞ് ആ കുട്ടിയുടെ ലൈഫിലുണ്ടായ കുറെ നമുക്ക് പറയാ സങ്കടമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തുറന്ന് പറയലും. പിന്നെ ആ കുട്ടിയുടെ ഒരു എന്താ പറയാ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ ഓടി എന്റെ ഫ്ലാറ്റിൽ വരും. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് പോലും പറയാത്ത ടീച്ചർ ഒന്ന് ചോദിക്കോ ഒന്ന് പറയോ. അപ്പൊ നമുക്കറിയാം അമ്മോട് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മളോട് പറയാം. പിന്നെ ആ കുട്ടിയുടെ പല പല ഡിപ്രഷൻ പോലെ എനിക്ക് എപ്പോഴും സങ്കടവും അങ്ങനെ ഓരോ കുട്ടികൾ കടന്നു പോകണ്ടല്ലോ. അപ്പൊ നമ്മളത് പറഞ്ഞ് ആ കുട്ടീനെ മാറ്റി കുറെ വർഷങ്ങളാ പറഞ്ഞത്. ഇപ്പൊ കുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി. പക്ഷെ ആ കുട്ടിയുടെ ലൈഫിൽ ആ ഒരു 11th തൊട്ട് ഒരു 5-8 വർഷം എന്തായിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇപ്പൊ ആ കുട്ടി എന്താണ്, ആ മാറ്റത്തിലേക്കുള്ള ആ ഒരു കാര്യം ആ കുട്ടിക്കാണ്. അത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ടീച്ചറെന്ന് പറയാൻ ടീച്ചറിന് വിളിക്കുമെങ്കിൽ കൂടി ആ ഒരു ലൈഫിലുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് ചില കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ഒരു എന്താ പറയാ അതൊരു ഇമോഷണലി നമുക്കൊരു ഇതാണ്. അതൊക്കെയാണ് നമ്മുടെ അസെറ്റ് അറ്റ്ലീസ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിന് എല്ലാ കുട്ടികളും എല്ലാ പ്രൊഫഷനിലേക്കും ഉള്ളത് ഒരു കടന്നു പോകുന്നതാണ് നമ്മുടെ കയ്യിൽ കൂടെ. അവര് നാളെ വലിയ വലിയ ജോലിയും കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ഇതേപോലെ ഓടി വരിക. എത്ര ഇപ്പൊ IAS ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും അല്ല വല്ല കമ്പനിയുടെ ടോപ്പിലിരിക്കണായാലും ഓടി വരിക. ഏത് സൂപ്പർ മാർക്കറ്റിൽ എവിടെ വെച്ചാൽ മാം എന്ന് പറഞ്ഞ് ഓടി വരുമ്പോണ്ടല്ലോ, അപ്പൊ ആ പിള്ളേർക്ക് അതൊക്കെയാണ് ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് അതല്ലേ. ഇപ്പൊ ഒരു ടീനേജ് ടൈമിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ലല്ലേ എന്തൊക്കെയാ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാല്. സമയത്ത് നമുക്ക് സോറി പറയണമെങ്കിൽ സോറി പറയണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ അവരെ വിളിച്ച് സ്നേഹിക്കാനും അറിയണം. എല്ലാം എന്താ പറയാ സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് അവര് ശാസിക്കാനും ഒരു ഇതുള്ളൂ, അല്ല ശാസന മാത്രം എല്ലാം രണ്ടും കൂടി മിക്സ് അല്ലേ. അപ്പൊ ടീച്ചിങ് കൊടുത്ത ഒരു കാര്യം അതാണ്. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ലോയർ ആയിരുന്നെങ്കിൽ
ഞാൻ എന്താവും എന്നുള്ളൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ലോണിൽ ചേർന്നിട്ടുണ്ട്, അത് പഠിച്ചോണ്ടിരിക്കുകയാണ്. ആ ഓക്കെ, ഇപ്പോഴും സ്റ്റുഡന്റ് ആണ്, ടീച്ചറും ആണ് സ്റ്റുഡന്റും ആണ്. കുട്ടികൾക്ക് കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ പഠിച്ചത്? സെയിം സ്കൂളിൽ തന്നെയാണോ? ഞാൻ ഷാർജ സ്കൂളിലാണ് 19 ഇയേഴ്സ് തുടങ്ങിയത്. വേറെ സ്കൂൾസിൽ ഉണ്ടായിരുന്നു, ചെറിയ സ്കൂൾസിൽ. പക്ഷെ 19 ഇയേഴ്സ് ആയിട്ട് 97 ഞാൻ ജോയിൻ ചെയ്തത് ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ്. അവിടെ ഒരു 19 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ എന്താ പറയാ ഒരു UAE വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സ്കൂളിലാണ്. അവിടെ ഇപ്പൊ ഇതുപോലെ എക്കണോമിക്സ് പഠിപ്പിക്കായിരുന്നു 11th and 12th. അവിടെയാണ് എന്റെ മോനും മോളും പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ മോളൊക്കെ എന്റെ ഒപ്പം തന്നെയാണ് വരാറ്. ക്ലാസ്സില് മോളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കാരണം അവള് സയൻസ് ആണ്. അവന്റേതായ എന്താ പറയാ നല്ല ഇന്റലിജന്റ് ആണ്, ദൈവം സഹായിച്ച എല്ലാവരും. പക്ഷെ മാർക്ക് സ്കോർ ചെയ്യണം എന്നൊന്നും ആഗ്രഹമില്ല. മാർക്ക് സ്കോർ ചെയ്ത് ലൈഫ് ഇസ് ഡിഫറെന്റ്, മാർക്കിന്റെ ബേസിലല്ല എന്നുള്ളൊരു അതുപോലെ മറ്റാൾക്ക് ഫ്രണ്ടിന് ഇത്ര മാർക്ക് കിട്ടിയോ കിട്ടിക്കോട്ടെ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ ഇതില് മോൾ അതല്ല, മോൾക്ക് അയ്യോ ഞാൻ പിന്നിലായോ രണ്ടുപേരും മാർക്കിനെ പറ്റി ഒന്നും പറയുന്നതോ നീ ഇങ്ങനെ ആവണം അവരെ കണ്ട് അങ്ങനെയുള്ളതല്ല. എന്താ പഠിക്കേണ്ട ആഗ്രഹം വെച്ചാൽ മോൻ ഇപ്പൊ നല്ലോണം ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കാൻ വെച്ചാൽ 12th പോയിട്ട് വേറെ സ്കൂൾസിൽ കുട്ടികളെയൊക്കെ കോച്ചിങ്ങിന് പോകാറുണ്ട്. എന്നാലും പോയിക്കോട്ടെ ചൊല്ലും പറയും, എന്താണ് കുട്ടികൾ കളിക്കണം, അല്ല എപ്പോഴും ബുക്കിന്റെ ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാവരും 11th and 12th ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വേറെ ഒരു സ്പോർട്ടിനും വിടാതെയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്ന എങ്ങനെയാ വെച്ചാൽ കംപ്ലീറ്റ്ലി ഏത് സമയം കളിച്ചും ഔട്ട്ഡോർ ആയിട്ടിരുന്നിട്ടുള്ള ആൾക്ക് ഞാൻ പോയിട്ട് എൻ്റെ കുട്ടികളെ എടുത്തിട്ട് ഈ വീട്ടിലുള്ളിൽ ഇരിക്കാൻ പറയാൻ എന്നെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവനെ ഫ്രീ ആയിട്ട് വിടുകയും ചെയ്തു. മാത്രമല്ല ഈ പറഞ്ഞ പോലെ അവൻ ആ 11th and 12th പഠിക്കുന്ന സമയത്ത് ഇവനെ ആദ്യം ഞങ്ങളൊരു ഫുട്ബോൾ കോച്ചിങ്ങിന് ചേർത്തിരുന്നു ഷാർജ വാണ്ടറേഴ്സിൽ. അവിടെ കോച്ചിങ് അവൻ പഠിച്ചിട്ട് അവിടുന്ന് കുട്ടികളെ വെച്ചാൽ ഒരു അസിസ്റ്റന്റ് കോച്ചായിട്ട് പഠിപ്പിക്കാനായിട്ട്. അതാണ് എൻജോയ്മെന്റ്. പിന്നെ അത് പോവണ്ടെന്ന് പറഞ്ഞ് നമ്മള് വീട്ടില് കുട്ടികളെ എത്തിനെങ്കിൽ ആ നേരം കൂടിയും പഠിക്കില്ല. ഫ്രീഡം അവരെ അങ്ങ് വിടുക എന്നുള്ളതാണല്ലേ. നമുക്ക് തിരിച്ചിനി ലയൺസിന്റെ നമ്മുടെ ആ ഡ്രസ്സിൽ കാണുന്ന ആ ഒരു ലയൺസിന്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞില്ല. ഒരുപാട് അസോസിയേഷനിലൊക്കെ മെമ്പറാണ്. അതിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇവിടെ? ഇപ്പോൾ ഞാൻ 2-3 ഈ പറഞ്ഞ പോലെ 2-3 സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട് ഇൻവോൾവ് ആണ്. ഏറ്റവും ആദ്യം ഇൻവോൾവ് ആയത് ഈ ലയൺസ് ക്ലബ്ബിൽ തന്നെയാണ്. ലയൺസ് ക്ലബ്ബിൽ തന്നെയാണ്. അന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് 2010 or 12 ആ ഒരു പീരീഡിലാണ്. ആ സമയത്ത് പക്ഷേ UAE ലയൺസ് ക്ലബ്ബ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഇന്ത്യൻ ക്ലബ്ബായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതായി. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രൂപ്പ് നെറ്റ്വർക്കായിട്ട് ഒരാൾക്കാർ ടീമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി മെമ്പേഴ്സാണ്. അവർ ആ ഒരു ഇന്ത്യൻ ക്ലബ്ബാണ്, പക്ഷെ ഇവിടെ വെച്ചിട്ട് ഫംഗ്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ക്ലബിൻ്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത് ഇന്ത്യയിലായിരിക്കും. കാരണം ഇവിടെ നമുക്ക് നടത്താനുള്ള മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഇവിടെ അതുപോലെ 2017 അത് ഒഫീഷ്യലി UAE ലയൺസ് ക്ലബിന് ഫോർമേഷന് ഗവൺമെൻറ് അംഗീകാരം നൽകി. അതിനുശേഷം ഇവിടെ ഒഫീഷ്യൽ ക്ലബ്ബായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ക്ലബിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ക്ലബ്. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് പ്രൊജക്റ്റ് ചെയ്യണമെന്നില്ല, എവിടെ വേണമെങ്കിലും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ മാസം നമ്മൾ മീറ്റ് ചെയ്യും. എവിടെയെങ്കിലും ലയൺസ് ക്ലബിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്താ പറയുക, ഒന്ന് ഐസൈറ്റിൻ്റെ കാര്യം, ഡയബറ്റീസ്, അങ്ങനത്തെ ചില ഫുഡ് ഹങ്കർ, അങ്ങനത്തെ കുറച്ച് പ്രോജക്ട്സ് മെയിനായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കി നമ്മൾ എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് ചിലപ്പം നാട്ടിലുള്ള ക്ലബ്ബുകളായിട്ട് വന്നിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ പോലെ അല്ലെങ്കിൽ അതിന് ക്ലബ്ബിംഗ് എന്ന് പറയും, ഒരു ടുഗെദർ അങ്ങനെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് നമ്മൾ ചെയ്യും. ഇതുപോലത്തെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ലയൺസ് ക്ലബ്ബ് വഴി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പോരാണ്ട് നമ്മളൊരു ആൽഫ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ അച്ഛൻ്റെ നാട്ടിലെ ഇടമുട്ടത്ത് ബേസ് ചെയ്തിട്ടുള്ള ആൽഫ പാലിയേറ്റീവ് കെയർ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൽഫയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട്. നൂറുദ്ദീൻ സാർ അല്ലേ, നൂറുദ്ദീൻ സാറിൻ്റെ അത് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ മടിച്ച് ഇങ്ങനെ സർവീസ് ചെയ്യാൻ മടിച്ചിരിക്കുന്ന സമയത്ത് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ പാലിയേറ്റീവ് കെയർ, ഹോം കെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബാക്കി ആ സമയത്തൊക്കെ എല്ലാവരും മടിച്ച് ആരും എവിടെയും പോകാണ്ടിരിക്കുന്ന സമയത്ത് പോലും ആൽഫ പാലിയേറ്റീവ് നമ്മളതിൽ എന്താ പറയുക
ഇറങ്ങി പ്രവർത്തിക്കേണ്ട റോൾ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. ആൽഫയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൽഫയുടെ കാര്യം. നൂറുദ്ദീൻ സാറിനോട് ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതുന്നു. ആൽഫയുടെ പ്രവർത്തനങ്ങൾ സാർ അതിലൊരു ഭാഗമാണെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൂടുന്നു എന്നുള്ളതാണ്. ആൽഫയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. നാട്ടിലാണെങ്കിൽ ആൽഫയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം കെയർ എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് അത്യാവശ്യമാണ്, നിങ്ങൾ അതിന് അർഹരാണ് എന്നുണ്ടെങ്കിൽ ആൽഫ ടീം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ അതിപ്പോൾ ആൽഫയിൽ ഹോസ്പിസ് എന്നുള്ളതുണ്ട്. അപ്പോൾ അവിടെ കിടത്തി ചികിത്സിപ്പിക്കേണ്ട സിറ്റുവേഷനിലുള്ളവരെ ആനയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ ഹോം കെയർ പ്രൊവൈഡ് ചെയ്ത് അവിടെ കൊടുക്കുന്നുണ്ട്. ഏത് കേസായാലും പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന്, അത് അവർ എത്ര കഴിവുള്ളവരായാലും അല്ലെങ്കിലും, കാരണം ആ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാറില്ല. ആൽഫയുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്കും ആൽഫയെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ആൽഫയെക്കുറിച്ച് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചർ എന്നുള്ളതിൽ പറയാണ്, ഇപ്പോൾ ആൽഫ സ്റ്റുഡൻറ് അസോസിയേഷൻസ്, പാലിയേറ്റീവ് അസോസിയേഷൻസ് പല കോളേജസിലും പല സ്കൂൾസിലും പോയിട്ട് അവര് ചെയ്യുന്നുണ്ട്. കുട്ടികളായിട്ട് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ₹1 ആ കുട്ടികളിൽ ആ ഒരു ഇത് വളർത്തിയെടുക്കാൻ, എന്താണ് ഈ പാലിയേറ്റീവ് കെയർ, ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റി വളർത്തിയെടുക്കാനുള്ള ഒരു ഭാഗമായിട്ടുള്ളതാണ് സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് ചെറിയത്. കാരണം അത് അവരാണ് ഫ്യൂച്ചർ. നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അവർക്ക് ഇതൊക്കെ അറിയണം. ഇപ്പോഴുള്ള കുട്ടികൾക്ക് പലർക്കും എന്തൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് UAE-ലൊക്കെ വളരുന്ന കുട്ടികൾക്ക് എന്താണ് വയസ്സായവരുടെ കഷ്ടപ്പാട് എന്താണ്, അല്ലെങ്കിൽ അവിടെ നാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു അറിയില്ല. അപ്പോൾ ഈ SAPC എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. നൂറുദ്ദീൻ സാർ ഒരുപാട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. സാറ് നമ്മുടെ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ സ്ഥാപകനല്ലേ? അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ, വിശേഷങ്ങൾ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? ഇനിയിപ്പോൾ വരുന്ന തലമുറയ്ക്ക്, ടീച്ചറാകുമ്പോൾ ഒബിയസ്ലി കുട്ടികളോട് പറയാനുണ്ട്, അതുപോലെ സാറിനും ഇപ്പോൾ വർക്ക് ആയാലും ആ ഒരു രീതിയിൽ വരുന്ന തലമുറയ്ക്ക് ഒരു മെസ്സേജ് എന്താണ് കൊടുക്കാനുള്ളത്? ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോൾ എവിടെ എന്ത് പ്രവർത്തനങ്ങളിൽ ഈടുപെട്ടാലും നമ്മൾ ആ ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. എപ്പോഴും നമ്മൾ ഒരു ആൾക്കാർ ഇപ്പോൾ ഈ ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള ഒരു ഇത് പറഞ്ഞാൽ അവർ പോകുന്നത് മണിയുടെ ബാക്കിൽ, ആ ഒരു ഇതിലേക്ക് പോവാതെ നമുക്കൊരു ചോസൺ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ സക്സസ്, ഇപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സാലറി ലെവൽസ് ഒക്കെ വളരെ ലോ. അവർ സക്സീഡ് ആവുന്നത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ അവർക്ക് ആ ഒരു ഫീൽഡ് ഡെഡിക്കേറ്റഡ് ആയിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ തന്നെത്താൻ അറിയേണ്ടടുത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. അവർക്ക് അച്ചീവ് ചെയ്യേണ്ട സക്സസ് അതാത് രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു മണി എന്നുള്ളൊരു മോട്ടിവേഷനിൽ പോവാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആവും. ആരോ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു സ്വീപ്പറായിട്ടാണ് ജോലി ചെയ്യണമെങ്കിൽ യു ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ. ആ ഒരു ഫോക്കസിൽ പ്രവർത്തിച്ചാൽ സക്സസ് വിൽ ഓട്ടോമാറ്റിക്കലി കം. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ഇനി ടീച്ചറോട് തന്നെ ചോദിക്കുകയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പറയാം. കുട്ടികളോട് പറയാനുള്ളത് ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ മെയിൻലി ഡീൽ ചെയ്യുന്നത് 11th 12th അങ്ങനെ ഒരു ഗ്രൂപ്പിനോടാണ്. അപ്പം അത് മാത്രമല്ല, 100% ഇപ്പൊ സുനിൽ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ സ്റ്റഡീസിന് തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അവിടെ എൻജോയ് ചെയ്യേണ്ടതും അവിടെ പഠിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ആ ഒരു ഏജിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളോട് പറയാനുള്ളത് തന്നെയാണ്, അവർക്ക് ഇപ്പൊ ചെറിയ ഏജിലാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയാ 9th 10th 11th അവർക്ക് ഫ്യൂച്ചർ എന്താവണം എന്നുള്ള ഒരു എയിം വെച്ച് പോവാം. കാരണം ഞാൻ ഇപ്പോൾ അധികകാലം എൻ്റെ ജീവിതം ഇവിടെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ മോളേന് 11th 12th വേണ്ടി നാട്ടിൽ പോയി. അത് കാണുമ്പോൾ ഞാൻ വന്നിട്ട് എത്രയോ വർഷമായിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അവിടെ പഠിപ്പിക്കലും നിർത്തിയിട്ട് ഇവിടെയാണ്. അപ്പോൾ ആ ഡിഫറൻസസ് അറിയുന്നുണ്ട് കുട്ടികളിൽ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 10-20% അവർക്ക് അറിയും എനിക്കിതാവണം, എൻ്റെ ഗോൾ അതാണെന്നുള്ളത്. പിന്നെ വേറൊരു വലിയൊരു ഗ്രൂപ്പ് എന്താ വെച്ചാൽ അവരങ്ങനെ പോകുന്നു, എവിടെ എത്തണു, അല്ല +2 കഴിഞ്ഞിട്ട് എവിടെ കിട്ടണു, ഓക്കെ അതിൽ പോകുന്നു, അങ്ങനെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അവിടെ പോകുന്ന ഒരു ഇവിടെ കുറെ പേർക്കില്ല, കുറെ കുട്ടികളിൽ ഞാൻ കാണുന്നത്.
അപ്പോൾ അത് സ്റ്റുഡൻറ്റ് എന്നുള്ള കാലം നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. അത് സ്റ്റുഡൻ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്ത പോലെ സ്റ്റുഡൻ്റ് ആയി എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര ബുക്ക് വായിച്ച് നോളജ് കിട്ടും. പക്ഷെ നമ്മൾ ഓരോ ഏജ് കൂടിയും ഓരോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഓരോ ജോലി സ്ഥലത്ത് കൂടിയും കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ജനങ്ങൾ, അവരിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ നല്ലത് എടുക്കുക. അതായിരിക്കും നമ്മളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും. അതെ, ടീച്ചേഴ്സ് പറയും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക, തള്ളേണ്ടത് തള്ളുക എന്ന് പറയും, അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോവില്ല. നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെ പറയാം. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ റൂളേഴ്സിനായാലും ഇവിടെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും എല്ലാറ്റിനും ഇവിടെയുള്ള റൂളേഴ്സിനെയും എല്ലാവരെയും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അവരുടെ ആ ഒരു വിഷൻ ആൻഡ് ഫോഴ്സായിട്ട് അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. അത് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ലോകത്തിലെ ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും UAE നമ്പർ 1 ആയിട്ട് എല്ലാ ഫീൽഡിലുണ്ടാവും. ഇന്ത്യൻസിന്റെ എത്ര പേര് നമ്മളിവിടെ ജോലി ചെയ്യുന്നുണ്ട്, എത്ര കുടുംബങ്ങൾ നമ്മൾ നാട്ടില് ഇത് വെച്ച്. ഇപ്പൊ സുനിൽ പറഞ്ഞ പോലെ സുനിലിന്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ സുനിലിന്റെ ഒക്കെ ലൈഫ് തുടങ്ങിയത് അപ്പോഴും അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നു. നമുക്ക് ഇൻകം എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അച്ഛൻ ഇവിടെ ജോലി പറ്റിയത്. ഇപ്പൊ സുനിലാണെങ്കിലും ഇപ്പൊ മോനാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ 3 ജനറേഷനായി. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ UAE ജീവിതം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് നമുക്കറിയാം. പിന്നെ സുനിൽ പറഞ്ഞ പോലെ വിഷൻ, അത് നമുക്ക് എന്താണ് റിസോഴ്സസ് അതിനെ വെച്ചും അതിലും കൂടുതൽ നമ്മൾ എയിം ചെയ്യാനും അവിടെ എത്താൻ നോക്കുന്നുള്ള ആ ഒരു റൂളേഴ്സിന്റെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എനിക്കിതുപോലെ ഒരു നല്ല ഒരു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർഷിപ്പ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളൊരു ദുബായിൽ ആദ്യമായിട്ട്, ആ ഒരു ലണ്ടൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ബോർഡ് മീറ്റിംഗ് പോലത്തെ ഒരു കൺട്രോളിംഗ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. ആദ്യമായിട്ട് UK പുറത്ത് വെച്ച് നടത്തിയത് ദുബായിൽ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നടത്തിയ സമയത്ത് അവിടുത്തെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ദുബായ് റൂളർ ഷെയ്ഖ് മുഹമ്മദിൻ്റെ പാലസ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അന്ന് പോയ സമയത്ത് അപ്പോഴാണ് നമുക്ക് ഈ റൂളേഴ്സിൻ്റെ അവരുടെ തിങ്കിങ് ഒക്കെ ചെറിയൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവരുടെ ആ ഒരു തിങ്കിങ്, അവരുടെ ഫിലോസഫി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ളതാണ്. കാരണം അവർ നമ്മൾ ഒരു ഫോറിനർ ആണെന്നുള്ള രീതിയിലല്ല കാണുന്നത്. അവർ കാണുന്നത് ഇപ്പോൾ ഒരു UAE റെസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർ കാണുന്നത് ദേ ആർ പുട്ടിങ് ദെയർ മണി ഇൻ ടു ദിസ് കൺട്രി. സോ അവരുടെ ആ പ്രൊട്ടക്ഷൻ ഇസ് ഇൻ അവർ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് വിഷൻ അവർ കാണുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അത് ബിക്കോസ് ദേ ഹാവ് ഇൻവെസ്റ്റഡ് മണി ഇൻ ദിസ് കൺട്രി ഇറ്റ് ഇസ് ദേ ആർ ആക്ടിങ് ലൈക്ക് അവർ പോലീസ്മെൻ. അതുപോലെ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, മൂപ്പരുടെ ഒരു കൊലീഗായിരുന്ന സുൽത്താൻ ബിൻ സുലൈം, ഇന്ന് തിങ്ക് ഈസ് സ്റ്റിൽ DP വേൾഡിൻ്റെ ചെയർമാനാണ്. ആളുടെ അടുത്ത് മൂപ്പര് ഒരു പ്രാവശ്യം എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ് ദിസ് സമ്മർ എന്ന് ചോദിച്ചപ്പോൾ സുൽത്താൻ ബിൻ സുലൈം പറഞ്ഞു, അങ്ങനെ ഐ എം പ്ലാനിങ് ടു ഗോ ടു UK ഓർ യൂറോപ്പ് ടു എൻജോയ് ദ വിൻ്റർ ദെയർന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇൻ ഫ്യൂ ഇയേഴ്സ് ഐ വിൽ ബ്രിങ് ദ വിൻ്റർ ടു UAE എന്നുള്ളത്. അങ്ങനെയാണ് മോൾ ഓഫ് ദി എമിറേറ്റ്സ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ എല്ലാവരും ഇവിടെ കൊണ്ടുവരിക്കുക, അതിന് UAE ലോകത്തിൻ്റെ ഒരു മോഡലാക്കുക എന്നുള്ളത് റൂളറിൻ്റെ ഒരു വലിയൊരു വിഷനാണ്. അതാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും ഉള്ള എല്ലാ റൂളേഴ്സിനും കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ആ ഒരു സേഫ്റ്റി ഫാക്ടറും എല്ലാം കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഉഷ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാലും നമുക്ക് ഒരു പേടിയില്ല. ടീച്ചറിനൊരു ടൈമിംഗ് ഉണ്ടാവും, സാറിന് വേറൊരു ടൈമിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ്? വീട്ടിൽ സ്പെൻഡ് ചെയ്യണോ, പുറത്ത് പോകുന്നതൊക്കെ? ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ രാവിലെ 7:30 വർക്ക് തുടങ്ങും. അപ്പോൾ വളരെ നേരത്തെ എനിക്ക് ഓഫീസിൽ പോവാം. 2:30 ആകുമ്പോൾ വർക്ക് കഴിയും. ഓൾമോസ്റ്റ് ഒരു 3 o'clock ആകുമ്പോഴേക്കും വീട്ടിലെത്തും. അത് കഴിഞ്ഞ് അതുകൊണ്ട് ധാരാളം സമയമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വക ഇപ്പോൾ ലയൺസ് ക്ലബ് ആയാലും
ആൽഫയുടെ വല്ല കാര്യങ്ങളായാലും ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു അതിലും അംഗമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനും, അതേപോലെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ഗോൾഫ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു മെയിൻ ഇത്. അപ്പോൾ അത് ആ ഒരു ഇത് പുറത്ത് പോയിരുന്നിട്ട് ഗോൾഫ് കളിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം നമ്മൾ നേച്ചറായിട്ട് ഇൻവോൾവ്, അതിൻ്റെ ഒരു ഓപ്പൺ എയറിൽ പച്ചപ്പ് കാണുന്ന ആ ഒരു സുഖമുണ്ട്. സമ്മറിൽ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒരു സീസണിൽ ഏറ്റവും നല്ലൊരു ഗെയിമാണ്. ടീച്ചറിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ടീച്ചർ ഇപ്പോ ഇവിടെ വീട്ടിൽ തന്നെ ഫ്രം ഹോമാണ്. അല്ലെങ്കിൽ നേരത്തെ സ്കൂളിലേക്ക് പോകണം. ദുബായിലായതുകൊണ്ട് ഷാർജയിൽ നിന്ന് അവിടെ എത്താനുള്ള ഒരു സമയവും വന്നു കഴിഞ്ഞാൽ ഒരു 3 o'clock ഒക്കെ ആവും വീട്ടിലെത്താനും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളുമായിട്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലാകുമ്പോൾ കുറച്ചും കൂടി മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുട്ടികളുണ്ട്, അവരുടെ പിന്നിലുണ്ട്. ഇപ്പൊ എല്ലാവരും കുട്ടികൾ വളർന്ന അവരുടേതായി എല്ലാവരും ഒരുമിച്ച് ഔട്ടിംഗ് ഒന്നുമില്ല. മെയിൻലി വീക്കെൻഡ്സ് റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മുടെ യാത്ര. കാരണം മോൻ വളർന്നു, എത്ര വലിയ മോനായി. അവനെ ഒപ്പം വിളിച്ച് ഷോപ്പിംഗ് മാളിലേക്ക് ഒന്നും വിളിച്ചാൽ വരില്ല. ഷോപ്പിംഗ് മാളിലേക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടക്കുറവാണ്. എനിക്കും. പക്ഷെ നമ്മള് നല്ലൊരു ഹസ്ബൻഡ് ആയതുകൊണ്ട് കൂടെ ഇങ്ങനെ അപ്പൊ മോൻ അതിപ്പോ നമുക്ക് കുട്ടികളെ വിളിച്ചിരുത്തി എല്ലാവരും കൂടി പോകുന്ന ആ ഒരു പ്രായം കഴിഞ്ഞില്ലേ. കുട്ടികൾ അവരവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവാം, അങ്ങനെ പോവാ. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ 2 വർഷം നാട്ടിലുണ്ടായിരുന്നു മോളുടെ ഒപ്പം. അപ്പൊ ആ സമയത്ത് ഇവിടെ സുനിൽ കുറെ ഫ്രണ്ട്സും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ എപ്പോഴും കാര്യങ്ങളായിട്ട് നടക്കും. ഞാൻ വന്നപ്പോ തിരിച്ച് ഞാനും അതിന്റെ കുറച്ചും കൂടി ഭാഗമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ പ്രോഗ്രാംസ് ഓരോന്നുണ്ടാവും. അതിന്റെ വല്ല ഡാൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഡാൻസ് ചെയ്യും എന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ ഒന്നല്ല, പക്ഷെ പഠിച്ചിട്ട് കുറെ കാലമായിട്ട് പഠിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇവിടെ പഠിക്കുന്നുണ്ടോ? എവിടെയാണ് പഠിക്കുന്നത്? ഒരു ടീച്ചറുണ്ട്, ലക്ഷ്മി. ഞാൻ കുറെ കാലം പഠിച്ചത് കലാക്ഷേത്ര സാദിയ മാഷ്. ഞങ്ങള് കുറച്ച് പ്രായമായവര് അമ്മമാര് പണ്ട് പഠിച്ചോരും, അപ്പൊ കുറച്ചൊക്കെ അറിയാലോ, അറിയാലോ. അപ്പൊ പിന്നെ സാറ് പഠിച്ച ഇപ്പൊ അടുത്തായിട്ട് ഞാനൊരു ലക്ഷ്മി പറഞ്ഞൊരു ടീച്ചർ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതും ഈ കോവിഡ് വന്നപ്പോ റെസ്ട്രിക്റ്റഡ് ആയി. അതെ, ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെയാണ് ഇപ്പൊ അവരെടുക്കുന്നത്. സ്കൂളിൽ ഇപ്പൊ ഓൺലൈൻ ആയ കാരണം നമുക്ക് ഒരു പണി വേറൊരു ടൈപ്പിലല്ലേ, ലാപ്ടോപ്പും എല്ലാ അസൈൻമെന്റ് കൊടുക്കുന്ന. അതിന് നമുക്ക് ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്ന പോലെയല്ല, എല്ലാവർക്കും കുറച്ച് എക്സ്ട്രാ ഒരു നമ്മുടെ ഈ ഏജില് അതിനായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതും കുറെ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു. ഈ കോവിഡ് വന്ന കാരണം ടീച്ചേഴ്സിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് വർക്കേഴ്സിനെ പോലെ ടീച്ചേഴ്സ് ഒരു നല്ല കുറെ ക്ലാസ്സസ് ടെക്നോളജിയും കുറെ അത് കാരണം ടീച്ചർ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. ഇന്നിപ്പോൾ നല്ലോണം ഇൻവോൾവ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാനൊന്നും കണ്ടറിയാത്ത ചില കുറേ ഒരു ഗാഡ്ജറ്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ട്രെയിനിങ് സ്കൂളിൽ നമുക്ക് ട്രെയിനിങ് തരും ചെയ്യും, പിന്നെ ബാക്കി നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു, യൂട്യൂബ് നോക്കിയിട്ട് ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുന്നു. അങ്ങനെ നിവൃത്തിയില്ല, നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ അതങ്ങനെ പോണെങ്കിൽ അങ്ങനെ ഒരു ഉപകാരമായി കോവിഡ് ആയിട്ട് ലഭിച്ചു എന്നുള്ള ഒരുപാട് പ്ലസും ഉണ്ട് നെഗറ്റീവും ഉണ്ടല്ലേ കോവിഡ് വന്നതിന് ശേഷം. ക്ലാസ്സസ് മിസ് ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. എസ്പെഷ്യലി ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മള് നേരിട്ട് ക്ലാസ്സിൽ എടുക്കുന്നില്ല, അവരെ തന്നെ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് വലിയൊരു മിസ്സിങ് തന്നെയാണ്. ഈ ഇയർ പോയവർക്കൊരു വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. നമ്മള് മക്കളും നമ്മളിപ്പോ എന്തെന്ന് എല്ലാവരും അതെ, നമ്മളിപ്പോ സേവ് ചെയ്യുന്നത് കുറെ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഈ മെസ്സേജസ് കാണാം. നമ്മൾ കൂടുതൽ മക്കൾക്ക് വേണ്ടി ചെയ്ത് അവർക്കെല്ലാം അതിന്റെ മുമ്പിലാക്കി കൊടുത്ത് അവരും അവരുടെ ലൈഫ് ജീവിച്ച് എങ്ങനെ ഏൺ ചെയ്യുന്നു അതിനുള്ള വിഷമം അറിയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതിൽ നമുക്കിപ്പോ നമ്മുടെ പാരന്റ്സ് തന്നിട്ടല്ലല്ലോ, നമ്മൾ ജീവിച്ച് നമ്മൾ ജോലി ചെയ്ത് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കൂടി കടന്നുപോയി നമ്മളിപ്പോ ഇന്നിങ്ങനെ ആവുമ്പോൾ വിചാരിക്കും ഓക്കെ നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു കോൺഫിഡൻസ് അത് മക്കൾക്കും വേണം കുറേശ്ശെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റോറീസ് എല്ലാം പറഞ്ഞ് ഒരുപാട് മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു, എല്ലാവർക്കും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തത്. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സമയത്തിൻ്റെ കുറവ് മൂലം നമ്മൾ ഇന്നത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കണമെന്നുണ്ട് ടീച്ചറായാലും ആ ഒരു മേഖലയിൽ, പക്ഷേ സമയം നമുക്ക് കുറച്ച് ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ
നമ്മുടെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചതിനും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റോറീസ് ഞങ്ങളോട് പറഞ്ഞതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരുപാട് നല്ല മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.